ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ പുതിയ വീഡിയോ. നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഒരു പുതിയ വീഡിയോ ആയിട്ട്. ഇന്ന് നമ്മളൊരു പുതിയ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമാണ് സോളാർ സ്മാഷ്. അതെ ഗായ്സ്, ഈ ഗെയിമിൽ നമുക്ക് നമ്മുടെ എൻറ്റയർ സോളാർ സിസ്റ്റം അടിച്ച് പൊളിക്കാനുള്ള നമ്മൾക്കൊരു കഴിവ് കിട്ടിയ. ഇന്ന് നമ്മൾ സത്യത്തിൽ ഇന്ത്യയിലല്ല, ഇന്ന് സത്യത്തിൽ നമ്മൾ വേറൊരു പ്ലാനറ്റിലേക്ക് പോയിട്ട് അവിടുത്തെ ഏലിയനായിട്ട് വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ടൂൾസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് സത്യത്തിൽ സോളാർ സിസ്റ്റം മൊത്തം പൊളിക്കാം. ഇന്ന് നമ്മൾ സോളാർ സിസ്റ്റം എന്തായാലും മൊത്തത്തിൽ പൊളിക്കുന്നില്ല, നമുക്ക് നമ്മുടെ ഇന്ത്യയുള്ള നമ്മുടെ എർത്തിനെ തന്നെ പൊളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ താണ്ട് ഗൈസ്, നമ്മുടെ എർത്ത് സത്യത്തിൽ കാണാൻ അടിപൊളിയാണ് കേട്ടോ ഈ ഗെയിമിനകത്ത്. ഇത് സത്യത്തിൽ ആൻഡ്രോയിഡ് ഗെയിമാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കളിക്കാം. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയ സത്യത്തിൽ യൂട്യൂബ് പ്ലേയബിളിനകത്ത് ഞാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാതെയും കളിക്കാം. താണ്ട കേസ് നമ്മുടെ ഇന്ത്യയിലെ സത്യത്തിൽ ഇപ്പോൾ ഇരുട്ടാണ്, സൂര്യൻ മറഞ്ഞു നിൽക്കുകയാണ്. ഇന്ത്യ കാണാൻ കൊള്ളാം കേട്ടാ, ഇരുട്ടത്ത് ഫുൾ ലൈറ്റ്സ്. നമ്മൾ ആദ്യം തന്നെ മിക്കവാറും ഇന്ത്യയിലൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ വിട്ടു നോക്കുന്നത്. നമുക്ക് ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. താണ്ടെ എന്താണ്ടൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. നമുക്ക് ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക. മൊത്തം ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയണം, പക്ഷെ നമ്മൾ എന്തായാലും പറ്റുന്ന അത്രയും ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ നോക്കുന്നതായി. ഫസ്റ്റ് വൺ നമ്മൾ എടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് വൺ അത് ആസ്ട്രോയിഡ്. അപ്പോൾ ഉൽക്കയാണ് ഗൈസ്. നമ്മൾ ഉൽക്ക ആദ്യം തന്നെ കേരളത്തിലോട്ട് തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഇത്ര ഡാമേജ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷ. കേരളത്തിന് എയിം ചെയ്ത് ഇന്ത്യ മൊത്തവും പോയെന്നാണ് തോന്നുന്നത്. നമുക്ക് സത്യത്തിൽ ഇവിടെ ഡെത്ത് കൗണ്ടൊക്കെ കാണിക്കുന്ന സംഭവമുണ്ട്, എത്ര ആൾക്കാർ ചത്തെന്നൊക്കെ അറിയാൻ. ഇപ്പോൾ ഉൽക്ക സീനാട്ടാ, ഇന്ത്യ മൊത്തത്തിൽ പോയി കേട്ടാ. ഇന്ത്യ ഇനി അവിടെ ഇല്ല. ഇന്ത്യ സൗണ്ടും അടിപൊളിയാണ്. ഈ ഉൽക്ക വീഴുമ്പോഴൊക്കെ ഉള്ള സൗണ്ട് എഫക്റ്റും കൊള്ളാം. സത്യത്തിൽ ഒരു അടിപൊളി ഗെയിമാണ് ഗൈസ്. ഗ്രാഫിക്സ് ഒക്കെ കണ്ട ഇന്ത്യയിലെ ഗൈസ്, ഇന്ത്യയുടെ 2,700,000,000 ആൾക്കാരൊക്കെ ചത്ത്. ഇത് ഇച്ചിരി മീറ്റിയോർ ഷവറിന് അത്രയ്ക്ക് പവറില്ല. ഉൽക്ക തന്നെ പക്ഷേ ഇച്ചിരി പെയ്ത് കണക്ക് പെയ്യുന്നു, അത് കൊള്ളത്തില്ല, അത്രയ്ക്ക് എഫക്റ്റ് ഇല്ല. അടുത്തിലോട്ട് പോകാം. മൂൺ ഗൈസ്, ചന്ദ്രനെ നമ്മൾ എർത്തിനകത്തോട്ട് അടുപ്പിക്കാൻ പോവാണ്. നമ്മളൊരു ചന്ദ്രനെ ഇപ്പോൾ വിട്ടിട്ടുണ്ട്. ഈ എൻ്റെ പൊന്ന്, ഇത്ര ഡാമേജ് ഇങ്ങനെ എനിക്ക് തോന്നുന്നു. മൂൺ ഒരു 5-6 കൂടെ വിട്ടാൽ എനിക്കൊന്ന് ഇന്ത്യ തുളച്ചു പോകുന്നത്. അകത്ത് ആ കോറ് വരെ ഇപ്പം നമുക്ക് കാണാം. മിക്ക 7 ബില്യൺ ആൾക്കാർ ചത്ത് കേട്ടാ. ഇനി ആകെ കേവലം 125 മില്യൺ പീപ്പിൾസും കൂടെ മാത്രമേ ഇന്ത്യയിൽ ജീവിക്കുന്നുള്ളൂ. ഇന്ത്യ ഫുൾ ഇങ്ങനെ ബ്ലാക്ക് കണക്കായി. ഒറ്റ മൂണാണ് കേസ് നമ്മൾ വിട്ടത്. നമുക്ക് വേണമെങ്കിൽ ഒരു 5-6 മൂണും കൂടെ അതേ സ്ഥലത്തോട്ട് തന്നെ വിട്ട് തുളച്ചു പോകുമെന്ന് നോക്കാം. നമ്മൾ 2ാമത്തെ മൂണും വിട്ടിരിക്കുകയാണ്, 3ാമത്തെ മൂണും വിട്ടിരിക്കുകയാണ്. തുളഞ്ഞോ? ഇനി ഒരു 2 മൂണും കൂടെ വിടേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ അപ്പുറത്തെത്തിക്കാം ഗൈസ്. അല്ല, ഇന്ത്യയുടെ അല്ലേ എർത്തിന്, ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊളയായി ഗൈസ്, തൊള എർത്തിൻ്റെ ഉള്ളിൽ കൂടെ. എർത്തിൽ ഞാൻ ആരുമില്ല കേട്ടാ, എർത്തൊക്കെ ചത്ത്. 0 മില്യൺ പീപ്പിൾ ലിവിങ്. ഇച്ചിരി ഒരു ഫിനിഷിങ് കുറവുണ്ട്. ഇപ്പം കറക്റ്റ് തൊളയായി. ഫിനിഷിങ്ങിൻ്റെ ഇച്ചിരി കുഴപ്പമുണ്ടായിരുന്നു, അത് നമ്മൾ ശരിയായി. ഇപ്പോൾ കറക്റ്റ് തൊളയായി. കൊള്ളാം ഗൈസ്. ചുമന്ന ഒരു ഉണ്ട്. 0 മില്യൺ ആൾക്കാർ ജീവിച്ചിരിക്കുന്നു. നമുക്ക് പ്ലാന്റ് റീസെറ്റ് ചെയ്യാം. കണ്ട് ഇത്ര അതിമനോഹരമായിരുന്ന എർത്തിനെയാണ് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞത്. ഇതാണ് ബ്ലാക്ക് ഹോള്. ബ്ലാക്ക് ഹോള് ഞാൻ വിചാരിച്ചത്രയും ഒരു ഇമ്പാക്റ്റ് ഇല്ല. ബ്ലാക്ക് ഹോള് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഭൂമി മൊത്തം വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന
ഭയങ്കര വലിയ സംഭവം എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് അത്രയ്ക്കില്ല. നമുക്ക് ഒരെണ്ണം കൂടെ വിട്ടു നോക്കാം. ഇല്ല ഗൈസ്, അത്രയൊക്കെ എടുക്കത്തുള്ളൂ. ഇതാ നമ്മുടെ ഇന്ത്യ. നമുക്കിനി അടുത്ത സാധനം നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അടുത്ത വോർടെക്സ് ഇടിമിന്നലാണെന്ന് തോന്നുന്നു. നമ്മളതിൻ്റെ അകത്തോട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. ഇതിൻ്റെ ആ ശബ്ദമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കൊള്ളാം. അത് ഡാമേജ് ചെയ്താൽ തോന്നുന്നു, പക്ഷേ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ടൂൾസിലേക്ക് പോകാം. ന്യൂക്ലിയർ മിസൈൽസ്. ഈ ന്യൂക്ലിയർ മിസൈലിനൊരു ശക്തി ഇല്ലല്ലോ. ഇനി നമ്മൾ അകത്തോട്ട് വിട്ടുകൊണ്ടോ നമുക്ക് സൈഡിലോട്ട് വല്ലതും വിട്ടു പോകാം. ന്യൂക്ലിയർ മിസൈൽ വലിയ ഇമ്പാക്റ്റ് ഇല്ല. ചിലപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാകുമായിരിക്കും, പക്ഷെ വലുതായിട്ടൊരു ഇമ്പാക്റ്റ് ഇല്ല. ഫ്യൂഷൻ കോർ, ഇതെന്തുവാണ് സംഭവം? നമുക്ക് ഇന്ത്യയിലോട്ട് വിട്ടു നോക്കാം. അതെന്തോ ഉണ്ടേ, ഇതെനിക്കൊന്ന് ബോംബാന്ന് തോന്നുന്നു ഗൈസ്. ഒരു 5-6 ഇട്ടേക്കാം. ഒരു 5-6 അങ്ങോട്ടേക്ക് ബ്ലാസ്റ്റ് ചെയ്യാൻ നോക്കാം. ബ്ലാസ്റ്റ് ചെയ്യുന്ന ഓപ്ഷനൊന്നും കാണിക്കുന്നില്ല. എനിക്കൊന്ന് വേറെ എന്തെങ്കിലും വെച്ചിട്ട് അടിക്കുമ്പോൾ കണ്ട് ബ്ലാസ്റ്റ് ആവുന്ന എന്തായിരിക്കണം അല്ലേ? അതോ അതിങ്ങനെ അങ്ങനെ കിടക്കുമോ? മിസൈൽ സ്റ്റേഷൻ നമുക്ക് വിട്ടു പോകാം. മിസൈൽ സ്റ്റേഷൻ സൗണ്ട് എഫക്റ്റ് എന്തിൻ്റെ ആണ്? വലിയ രസമില്ല ഗൈസ്. ഒരു വലിയ സ്പേസ് ഷിപ്പ് വന്നിട്ട്, ഇതൊക്കെ നമ്മുടെ സ്പേസ് ഷിപ്പാണ്. നമ്മളിപ്പോൾ ഉള്ള പ്ലാനറ്റിൽ നിന്ന് നമ്മൾ വിടുന്ന സ്പേസ് ഷിപ്പ്. നമ്മളെ ഏലിയനാണ് ഇപ്പം. വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല. നമുക്ക് അടുത്ത സാധനം വിട്ടുപോകാം. റിമോട്ട് ഡെറ്റണേറ്റ്. ഇത് ബോംബാന്ന് തോന്നുന്നു. ഇതിനകത്ത് ഡെറ്റണേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എർത്ത് മൊത്തം ഇതുകൊണ്ട് നിറച്ചിട്ട് നമുക്ക് എക്സ്പ്ലോഡ് ചെയ്യാൻ നോക്കാം. നമുക്ക് നോക്കാം എൻ്റെ ബാക്ക്. നമുക്ക് എർത്ത് മൊത്തം ഇതൊന്ന് സെറ്റ് ചെയ്യാം. റിമോട്ട് ഡെറ്റണേറ്റ് നമുക്ക് ഫുൾ സ്പാം ചെയ്യാം. ഞാൻ ഇത് മൊത്തം സെറ്റ് ചെയ്തിട്ട് ഞാൻ അവസാനം കഴിഞ്ഞു, അല്ലെങ്കിൽ ഫുൾ എർത്ത് ഞാൻ ചുറ്റിട്ടു. അപ്പോൾ കഴിച്ച് നമ്മൾ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ബോംബൊക്കെ എല്ലായിടത്തും കുത്തി നിറച്ചിട്ടുണ്ട്. നമുക്കിനി എക്സ്പ്ലോർ ചെയ്യാം. എത്രയോളം തോന്നുന്നു? ഇത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മളുടെ എർത്ത്. ഇപ്പം എർത്തിൻ്റെ അവസ്ഥയാണിത്. ഇത്രയും പവറുണ്ട് നമുക്കിപ്പം. നമ്മളുടെ ഏലിയൻ പവേഴ്സ്. നമുക്ക് എർത്തിനെ വീണ്ടും റീസെറ്റ് ചെയ്യാം, എന്നിട്ട് വീണ്ടും പൊടിച്ചളയാം. കൊള്ളാം. ഇതാണ് നമ്മുടെ ഇന്ത്യ. ആൻറ്റി മാറ്റർ മിസൈൽ. എനിക്കൊന്ന് റിപ്പയർ ചെയ്യുന്ന മിസൈലാണ്. നമുക്ക് ആൻറ്റി മാറ്റർ മിസൈൽ ഒരെണ്ണം വിട്ടുപോകാം ഇന്ത്യയിലോട്ട് തന്നെ. ഇതിന് വലിയ ഇമ്പാക്റ്റ് ഇല്ല. ഇതെനിക്കൊന്ന് തിരിച്ചു വന്ന് അടിക്കുമെന്ന് വലുതായിട്ട്. അത് കാണാൻ കൊള്ളായിരുന്നു കേട്ടാ. ഒറ്റ മിസൈലോട് 6 ബില്യൺ പീപ്പിൾസ് ഡെഡ് ആയിട്ടുണ്ട്. അത് സീൻസ് തന്നെയായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. റിസ്റ്റോറേഷൻ മിസൈൽ. ഇതെനിക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ തോന്നുന്നല്ലേ. തിരിച്ച് റിപ്പയർ ചെയ്യുന്ന മിസൈലാന്ന് തോന്നുന്നു. ഇന്ത്യ തിരിച്ചു വന്നു വീണ്ടും നമുക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം കേസ്. റിപ്പയറിങ് മിസൈൽ. പക്ഷേ റിപ്പയറിങ് മിസൈൽ 9 എണ്ണേ ഉള്ളു. അതെന്താണെന്ന് എനിക്കറിയില്ല. ആൻറ്റിമേറ്റർ മിസൈൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. മൈനിങ് ഡ്രിൽ. ഇതെനിക്കൊന്ന് തുളച്ചു പോകുന്നതാന്ന് തോന്നുന്നു. നമ്മൾ പറയണ എന്തായാലും ഇന്ത്യയിലേക്ക് വിട്ടിട്ടുണ്ട്. എല്ലാം ഇന്ത്യയുടെ നെഞ്ചത്തോട്ടാണ്.
നമുക്ക് ഇന്ത്യയിലേക്ക് ഡ്രില്ല് ചെയ്ത് പോകാൻ തോന്നുന്നു. അതെ ഗൈസ്, ഇന്ത്യയുടെ ഹൃദയഭാഗത്തിലൂടെ ഡ്രില്ല് വിട്ടിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്ന അകത്തോട്ട് പോകുമെന്ന് തോന്നുന്നില്ലേ. അപ്പുറത്ത് നിന്ന് പുറത്തോട്ട് വരുമോന്ന് നോക്കാം. അങ്ങനെയാണെന്ന് തോന്നുന്നില്ലേ. പക്ഷെ ഇപ്പം ഏതെങ്കിലും ബാക്ക് സൈഡിൽ നിന്നല്ലോ ഇപ്പോൾ പുറത്തോട്ട് വരും. ഓതാണ്ടേ എർത്തിനകത്ത് ഡ്രില്ല് ചെയ്ത് ബോർവെല്ലായി ഗൈസ്. ഇന്ത്യയുടെ നടുക്ക് കിണറാക്കി കളഞ്ഞു. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന മിസൈൽ. ഇത് കൊള്ളാം. കൺട്രോൾ ചെയ്യാനൊക്കെ ഇച്ചിരി പാടാണ്, പക്ഷെ നല്ല രസമുണ്ട്, നല്ല ഡിസ്ട്രക്ഷനും ഉണ്ട്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര സാറ്റിസ്ഫൈങ് ഗെയിമാണ്, അതാണ് സത്യം. ഇങ്ങനെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടപ്പെടുന്ന സൈക്കോട്ടിക് ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഗെയിം ഷെയർ ചെയ്ത് കൊടുക്കും. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അടുത്ത നമ്മൾ എനിക്ക് തോന്നുന്നു റേസ് ഒക്കെയാണ്. ഇതെന്ത് ഇതിലൊന്നും എനിക്ക് അധികം ഡാമേജ് ഉള്ള എനിക്ക് തോന്നുന്നില്ല, പക്ഷെ കാണാൻ കൊള്ളാം. ഇന്ത്യയിലെ ചിരകി കളഞ്ഞു ഒരു സൈഡിൽ നിന്ന്. ഏൻഷ്യൻ പ്രോ അതിനൊരു ഇതില്ല. മഴ പെയ്യുന്ന കണക്ക് കുറേ ലേസർ ഇട്ട് പ്ലാസ്മ. ഇത് ഇച്ചിരി പവറുള്ളതായിരിക്കണം. ഇതിങ്ങനെ ലേസർ വിടാൻ പറ്റില്ല, ഉണ്ട് കണക്കെ വിടാൻ പറ്റില്ല, പക്ഷെ നല്ല രസമുണ്ട്. എനർജി ബീം. ഇതെനിക്ക് ഒന്ന് നീട്ടി ഇങ്ങനെ വിടാൻ പറ്റുന്ന കണക്കത്തെ ഫുൾ. കണ്ട, നമുക്ക് ഇതിനകത്ത് എന്ത് വേണം ചെയ്യാം. നമ്മുടെ പെയിന്റിങ് വേണം. കൊള്ളാം, നല്ല രസമുണ്ട്. ഫ്രീസറ് ഇതെനിക്ക് ചൂടാക്കിയ സാധനങ്ങൾ തണുപ്പിക്കും. നമ്മളിപ്പോൾ കത്തിച്ച സ്ഥലത്തോട്ട് തന്നെ തിരിച്ചാൽ ആ സ്ഥലം റെഡി ആവുമെന്ന് തോന്നുന്നു. ഇല്ല, റെഡി ആവത്തൊന്നുമില്ല. ചൂട് കൊണ്ട് ചാവാത്ത ആൾക്കാരെ തണുപ്പിടിപ്പിച്ച് കൊല്ലും, അങ്ങനത്തെ എന്തോ സെറ്റപ്പാണ്. മൂണല്ലേ പോകുന്നത്? മൂണങ്ങ് പൊട്ടിച്ച് മൂൺ മൊത്തത്തിൽ പോയി കേട്ടാ. പക്ഷെ എർത്തിന് വലിയ എഫക്റ്റ് ഒന്നും ചെയ്തില്ല. നമ്മുടെ എർത്തിനിപ്പോൾ മൂന്നിട്ട് കഴിച്ചു. ഫ്രീസറെ എടുത്ത് നമുക്ക് ഹീറ്റിനകത്ത് അടിച്ചു പിടിക്കാൻ തോന്നുന്നു. വലുതായിട്ടൊന്നും സംഭവിച്ചില്ല. തീ ഇച്ചിരി കറപ്പിക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഫയർഡ് 1000 വെപ്പൺസ്. നമുക്ക് അച്ചീവ്മെന്റ് ഒക്കെ കിട്ടി കഴിച്ചു. ഫ്രീസറായിട്ടൊക്കെ ഇത് അധികം ഒരു ഇതില്ല, ഒരു രസം. പച്ചക്ക് ഇങ്ങനെ എതിർത്തിലടിച്ചൊക്കെ മറ്റേ കാക്ക തൂറിയിട്ടാണ് ഇച്ചിരി സ്ഥലത്ത്, ഇല്ലാതെ വലുതായിട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത വെപ്പണിലോട്ട് പോയാലോ. ഗ്ലാസ് സ്കാനർ. എൻ്റെ പൊന്നെ, ഇതാണ് ഡിസ്ട്രക്ഷൻ, ഇതാണ് ഒരു ക്യാനൺ ഗൈസ്. ഇന്ത്യ അച്ചപ്പത്തിൻ്റെ ചില്ല് കണക്കായിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. ആ ശബ്ദം കൊള്ളാം. അച്ചീവ്മെന്റാണല്ലോ ഡിസ്ട്രോയ്ഡ് വൺ പ്ലാനറ്റ്. യെസ്, പ്ലാനറ്റ് സ്മാഷ്ഡ്. ഗൈസ് ആ സംഭവം കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്. നമുക്കിനി ബാക്കി വെപ്പൺസിലോട്ടൊന്ന് പോയി ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ലെവൽ 2 അൺലോക്ക് ആയപ്പോൾ ഇവിടെ വേറെ ഏതോ ഒരു മിസൈലും കൂടെ എന്തോ ഉണ്ടായിരുന്നു. അതാണ്ട് സ്പേസ് വൈ
സ്പേസ് വൈ മിസൈൽ. ഇതിനി പവർഫുൾ നമ്മൾ ലെവൽ 2 അൺലോക്ക് ചെയ്താലേ ആ മിസൈൽ കിട്ടത്തുള്ളൂ. ഇനി പവറുള്ളതാണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അധികം പവറൊന്നും ഇല്ല. മറ്റേ ഗ്ലാസ് കാനൺ സീനായിരുന്നു, എനിക്കത് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ശബ്ദവും കൊള്ളാം. ഇല്ല, സ്പേസ് വൈക്ക് ഒരിതില്ല, ഒരു പ്രതീക്ഷ അത്ര ഇല്ല. ഡിസപ്പോയിന്റ് ചെയ്ത് കളാം. നമുക്കിനി അടുത്ത എന്തെങ്കിലും വെപ്പൺസ് ഒക്കെ ഉണ്ടോ നോക്കാം. UFO. ഇത് നമ്മുടെ ഏലിയൻ പ്ലാനറ്റിൽ നിന്ന് നമ്മൾ വിട്ടാണ് UFO ഇന്ത്യനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പൊട്ടിച്ചിട്ട് UFO അതിൻ്റെ പാട്ടിന് പോയി. കൊള്ളാം ഗൈസ്. UFOൻ്റെ കാര്യം നോക്കുമ്പോഴാണ് നമ്മുടെ മൂൺ കണ്ട ബാക്കിലൂടെ ഇങ്ങനെ പോകുന്നത്. നമുക്ക് മൂൺ നേരത്തെ ഇച്ചിരി അങ്ങ് പൊട്ടിച്ചായിരുന്നു. നമുക്ക് ആദ്യം തന്നെ അങ്ങ് പൊട്ടിച്ചു പോകാം. ഇതാ മൂൺ പൊട്ടുന്നുണ്ട്. മൂൺ നശിപ്പിച്ച്. കൊള്ളാം. നമ്മുടെ എർത്തിന് വീണ്ടും മൂണില്ല. നമുക്ക് സണ്ണിനെ എങ്ങനെ പൊട്ടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് സണ്ണിനകത്തോട്ട് ഈ എനർജി അടിച്ച് എന്തെങ്കിലും പറ്റുമോ? സണ്ണും പൊട്ടി ഗൈസ്. അതിൻ്റെ റേഡിയേഷൻ അടിക്കുന്നുണ്ടാ. എർത്തു ആ റേഡിയേഷൻ അടിച്ചിട്ട് സത്യം ഇങ്ങനെ ആയിരിക്കും മിക്കവാറും ലോകാവസാനമൊക്കെ ഉണ്ടാകുന്നത്. ആ റേഡിയേഷൻ അടിച്ചിട്ട് ഭൂമി പൊട്ടിത്തെറിച്ച്. നേരത്തെ പൊട്ടിത്തെറിച്ച കണക്കത്തെ എന്തെങ്കിലും സംഭവം നമുക്ക് ഏതെങ്കിലും ഒറ്റ വെപ്പണിൽ നിന്നും എല്ലാം കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഒരു പ്ലാനറ്റ് ഡിസ്ട്രോയിങ് കണക്കത്തെ ഒരു മിസൈലും അല്ലോ. നമ്മൾ സത്യത്തിൽ അങ്ങനത്തെ ഒരു മിസൈൽ ഇവിടെ കാണുന്നുണ്ട്, പ്ലാനറ്റ് കില്ലർ എന്ന് പറഞ്ഞ്. മിക്കവാറും പക്ഷേ അതിന് വലിയ പവറൊന്നും കാണത്തില്ല, നേരത്തെ കണ്ട മിസൈലിൻ്റെ കണക്ക്. നമ്മൾ ഏതൊക്കെയാണ് വലുതെന്ന് പ്രതീക്ഷ അതിനൊന്നും ഒരിതില്ല. ഇതും ഇതെനിക്ക് വന്ന് എർത്തിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എർത്തിനെ എനിക്ക് തോന്നുന്നു രണ്ടായിട്ട് അറക്കുന്നതാണ്. എർത്തിലെ ആൾക്കാരും ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാം നമ്മുടെ ആൾക്കാരില്ലേ. ബാറ്റിൽ ഷിപ്പ് ഫൈറ്റർ ജെറ്റിനെയും പൊട്ടിക്കുന്നുണ്ട്. ബാറ്റിൽ ഷിപ്പിന് ഫൈറ്റർ ജെറ്റിനെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇടയ്ക്ക് ഇന്ത്യയിലോട്ട് ഇന്ത്യയിലോട്ടാണ്. പക്ഷെ ഇതിനൊന്നും അത്രയും ഇതില്ല, രസമായിട്ട്. ഫൈറ്റർ ജെറ്റും ബാറ്റിൽ ഷിപ്പായിട്ട് എന്തോ ഇൻഡസ്ട്രിയിൽ എന്തോ കാശ് കൊടുക്കാത്തതിൻ്റെ ഇടപാടെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എവിടെ ചെന്ന് തീർക്കുക. ഓക്കെ, അത് പോയെന്ന് തോന്നുന്നു അല്ലേ. നമുക്ക് അടുത്ത സംഭവമാണ് പ്ലാനറ്റ് കില്ലർ. ഇത് ഇച്ചിരി അത്യാവശ്യം സീനായിരിക്കും ഗൈസ്. നമുക്കിത് എങ്ങോട്ട് വിടാം? ഇത് ആഫ്രിക്ക. എനിക്ക് ജോഗ്രഫി എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടാ. നമുക്ക് ഇങ്ങോട്ടങ്ങ് വിടാം പ്ലാനറ്റ് കില്ലർ. ഇത് വലിയ എന്തോ ആണെന്നാണ്. അല്ല, വലുതല്ലെന്ന് തോന്നുന്നു. എനിക്ക് ചാർജ് ചെയ്യുവാന്ന്. ഇത് ഇന്ത്യയുടെ അകത്തോട്ട് എന്തോ ബീം പ്രൊജക്റ്റ് ചെയ്യാം. എടി ഇത് പൊടുത്തിരിക്കുന്നു. എൻ്റെ പൊന്നെ, ഇതായിരുന്നു എൻ്റെ ആഗ്രഹം. ഒറ്റ മിസൈല് എർത്ത് ഫുൾ ഡിസ്ട്രോയ്. അത് പൊളി സാധനമായിരുന്നു.
പ്ലാനറ്റ് കില്ലർ ലെവൽ 9. കൊള്ളാം ഗൈസ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത സംഭവങ്ങൾക്ക് എടുത്തുവിട്ട് പോകാൻ ഇന്ന് എന്തോലും ടൈമില്ലാന്ന് തോന്നുന്നു. വേറെ ഇഷ്ടം പോലെ പ്ലാനറ്റ് ഉണ്ട് ഈ ഗെയിമിനകത്ത്. എർത്ത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും പ്ലാനറ്റ് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അടുത്ത വീഡിയോയിൽ നമ്മൾ ആ പ്ലാനറ്റും പൊളിക്കുന്നതായിരിക്കും. പിന്നെ ബാക്കി 2 സെറ്റ് വെപ്പൺസും കൂടെ കണ്ട് ട്രൈ ചെയ്യാനുണ്ട്. അത് നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും, അതാ. അപ്പം എന്നാൽ ശരി, ബൈ ബൈ, താങ്ക് യു.